ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെന്മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതുടക്കിടട്ടെ ഏറ്റവും അനുഗ്രഹപൂരിത കവിത തുലിക പോലെ താവിൽ പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദ്യം മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ദൈവവചനം ശ്രവിക്കുവാൻ ജനക്കൂട്ടം ഈശോയ്ക്ക് ചുറ്റും തിങ്ങിക്കൂടി. അവർ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. വഞ്ചിയിലിരുന്ന് അവൻ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, മീൻ പിടിക്കുവാൻ ആഴത്തിലേക്ക് നീക്കി നിങ്ങളുടെ വല ഇറക്കുക. ശിമയോൻ മറുപടി പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ വളരെ വലിയൊരു മത്സ്യക്കൂട്ടത്തെ അവർ പിടിച്ചു. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന പങ്കുകാരെ സഹായത്തിന് വരാൻ ആംഗ്യം കാണിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളായ സബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. ശിമയോനോട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഒരു നിമിഷം ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ദ റിലവൻസ് ഓഫ് അവർ ഫെയ്ത്ത് ഇൻ ദ മോഡേൺ വേൾഡ്. ഈ ആധുനിക കാലയളവിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. കുഞ്ഞുപ്രായം തുടങ്ങി വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ നമ്മൾ പലരിൽ നിന്ന് കേൾക്കുകയും പലതും നമ്മൾ വായിച്ചറിയുകയും നമ്മുടേതായ അനുഭവത്തിൽ പലതും ഒപ്പിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആകത്തുകയാണ് നമ്മുടെ വിശ്വാസമായി നമ്മുടെ കൈവശമുള്ളത്. എന്നാൽ അതിലെല്ലാം ഉപരിയായി വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് എന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷം നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. വഞ്ചിയിലിരുന്ന ഈശോ അവരെ പഠിപ്പിച്ചു. അതിനുശേഷം നടന്ന ഒരു കാര്യമാണ് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. വഞ്ചിയിലിരുന്ന് അവനവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പറയുന്നത് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആഴത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അവർ എവിടെയായിരുന്നു മീൻ പിടിച്ചിരുന്നത്?
അതിന് ചുറ്റുവട്ടത്തുള്ള അധികം ആഴമില്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കാം. അതുകൊണ്ട് അവർക്ക് കിട്ടിയിരുന്ന മീനിന്റെ അളവും അല്ലെങ്കിൽ നല്ല മീനും ക്വാളിറ്റിയുള്ള മീനും ഒക്കെ വളരെ കുറവായിരുന്നിരിക്കും. ആഴത്തിൽ നല്ല മീനുണ്ട്, കൂടുതൽ മീനുണ്ട്, അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വലിയ മത്സ്യങ്ങളും എല്ലാമുണ്ട്. അവർ ഈശോ പറഞ്ഞത് അനുസരിച്ചു. അങ്ങനെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കി. അവരിതുവരെയും പിടിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നല്ല മീൻപിടുത്തം അവർക്ക് നടത്താനായിട്ട് സാധിച്ചു. അത് കണ്ട് അത്ഭുതത്തോടും അതുപോലെ തൻ്റെ കുറവിനെക്കുറിച്ചും വളരെ ബോധ്യത്തോടു കൂടിയാണ് പത്രോസ് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണം. കർത്താവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു അവബോധമുണ്ടായി. ഞാൻ പാപിയാണ്, അതുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോകണം എന്നാണ് പത്രോസ് ആവശ്യപ്പെടുന്നത്. പത്രോസിന്റെ യഥാർത്ഥത്തിൽ കർത്താവിനോടുള്ള സ്നേഹം കൂടിയാണത്. ഞാൻ നിന്റെ മുമ്പാകെ നിൽക്കാൻ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, തൻ്റെ അയോഗ്യതയെക്കുറിച്ച് കൂടിയ അവബോധമുള്ളത് കൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭ വിശ്വാസത്തിന്റെ അതിൻ്റെ ഭണ്ഡാകാരം ഒരു വളരെയധികം ആഴമുള്ള ഒരു കടലാണ്. പലപ്പോഴും നമ്മൾ വിശ്വാസികൾ, ഞങ്ങൾ വൈദികരും നിങ്ങൾ അൽമായരും നമ്മളെല്ലാവരും കുറെയെല്ലാം ആഴത്തിൽ ഈ കടലിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ ആഴത്തിൽ ഒരുപാട് നല്ല മുത്തുകൾ അടങ്ങിയിരിക്കുകയാണ്. ആ മുത്തുകൾ നമ്മൾ സമ്പാദിച്ചെടുക്കുക നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ നിക്ഷേപം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അതേക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ സഭയുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുകയും ആ ആഴങ്ങളിലുള്ള മുത്തുകൾ കണ്ടെടുക്കാനും അല്ലെങ്കിൽ ആഴങ്ങളിലുള്ള വില കൂടിയ മത്സ്യങ്ങളെ കൂട്ടത്തോടെ നേടിയെടുക്കുവാനും ഉള്ള ഉത്സാഹമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളുമായി സമാധാനിക്കുന്നു. ചിലപ്പോൾ സമാധാനമില്ല, ഇന്നൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതിനകത്തിന് കൊള്ളാം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ പോകുന്നു. കാരണം നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിടുക എന്ന കർത്താവിൻ്റെ ഈ ആഹ്വാനം നമുക്ക് ഈ കരുണയുടെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ സഭയെക്കുറിച്ച് പഠിക്കാനും സഭാവിശ്വാസത്തെ സംബന്ധിച്ചും കൂടുതൽ അവഗാഹം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. ബോധ്യങ്ങളാണ് നമുക്ക് ആവശ്യം, വിശ്വാസത്തിലുള്ള ബോധ്യങ്ങൾ. വിശ്വാസത്തിൽ ബോധ്യങ്ങൾ ഇല്ലാത്തവർ സഭയിൽ അംഗങ്ങളായിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നേതൃത്വങ്ങളിലൊക്കെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ ഔന്നത്യത്തിന്റെ ഗ്രേഡ് കുറഞ്ഞു പോവുകയാവും സംഭവിക്കുക. അപ്പോൾ ആഴങ്ങളിലേക്ക് നീങ്ങി ആ വിശ്വാസത്തിന്റെ ഭണ്ഡാകാരത്തിൽ നിന്നും ആ മുത്തുകൾ സ്വന്തമാക്കുകയും ആ മുത്തുകൾ സ്വന്തമാക്കി വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ ഉൾക്കൊണ്ട് സഭയുടെ ശുശ്രൂഷകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ നീങ്ങുകയും ചെയ്യുമ്പോൾ സഭയെ ലോകത്തിന് മുമ്പാകെ മലയിൽ ഉയർത്തിയ ആ ദീപത്തോട് അല്ലെങ്കിൽ പീഠത്തിന്മേൽ ഉയർത്തിയ ദീപത്തോട് നമുക്ക് ഉപമിക്കുവാനായിട്ടും സാധിക്കും. അത് നമുക്കും അനേകർക്കും പ്രകാശം പരത്തുന്ന ഒന്നായി മാറുകയും ചെയ്യും. വലിയ കൃപയ്ക്കായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ തന്നെ